ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പങ്കുവെക്കാനുള്ളത്, നേരത്തെ 5 പേർക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയ ഇടത്തുനിന്നും ഒരു മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. നമ്മൾ രാവിലെ മുതൽ ആ ഒരു മേഖലയിൽ നടക്കുന്ന തെരച്ചിൽ രക്ഷാപ്രവർത്തനം അതിന്റെ വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ആ ഒരു വീടിന്റെ കോൺക്രീറ്റ് പൊളിച്ചു നീക്കി അതിനുശേഷം അതിനുള്ളിൽ ഉണ്ടായിരുന്ന മരവും ഓട്ടോറിക്ഷയും എല്ലാം വടം വെച്ച് നീക്കി ഏറെ ശ്രമകരമായ ജോലികൾക്ക് ശേഷമാണ് അതിൽ നിന്നും ഒരു മൃതദേഹം ഇപ്പോൾ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ 5 പേർ ആ വീട്ടിനടിയിലുണ്ട് എന്ന് ആ വീട്ടിലെ സഹദേവൻ എന്ന വ്യക്തി പറഞ്ഞിരുന്നു. സുദേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര്. അദ്ദേഹവും ഭാര്യയും മക്കളും അമ്മയും അടക്കം 5 പേരെന്നാണ് പറഞ്ഞിരുന്നതിൽ ഒരു മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ ഇപ്പോഴും നടക്കുകയാണ്. ബാക്കി 4 പേർ കൂടി ആ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്ന കണക്കൂട്ടലിലാണ് ഇപ്പോൾ ആ ഒരു മേഖലയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇതുവരെ 4 മൃതദേഹങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്നും താഴത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി തെരച്ചിൽ നടക്കുന്ന ഈ ഇടം അതീവ ശ്രമകരമായിട്ടുള്ള അധ്വാനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മഴ പെയ്യുന്നുണ്ട്, പുഴയിൽ ജലനിരപ്പ് കൂടിയിട്ടുണ്ട്. അപകടകരമായ നിലയിലേക്ക് സാഹചര്യങ്ങൾ വരുമോ എന്ന ആശങ്കയിൽ പുഴയിൽ നേരത്തെ പറഞ്ഞ ആ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ സജീവമാണ് എന്ന് പറഞ്ഞുവല്ലോ. അത് മേൽക്കൂര മാത്രം മുകളിൽ കാണാവുന്ന തരത്തിൽ പൂർണ്ണമായും തകർന്ന ഒരു വീടായിരുന്നു. അവിടെ 5 പേരുണ്ട്, അതിൽ ഒരു മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്നു. ഇനി തെരച്ചിൽ എത്രമാത്രം അവിടെ ശ്രമകരമാണ്? മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടേക്ക് എത്തിച്ച് കൂടുതൽ തെരച്ചിൽ ആവശ്യമാകുന്ന സാഹചര്യം ആ പ്രദേശത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ആ വീട് നിന്നിരുന്ന സ്ഥലത്തെ സംബന്ധിച്ചുണ്ടോ? അങ്ങനെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? രേണുക, ഇവിടെ ഇപ്പോൾ മനുഷ്യസാധ്യമായത് മാത്രമാണ് ഇന്നത്തെ ദിവസം ഈ ഉച്ചവരെയുള്ള തെരച്ചിലിൽ നടന്നിട്ടുള്ളത്. അതായത് ഇവിടേക്കുള്ള പാലം, ബെയിലി പാലം നിർമ്മിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാകാത്തത് കൊണ്ട് വലിയ എക്സ്കവേറ്ററുകളോ JCBകളോ ഹിറ്റാച്ചികളോ ഒന്നും തന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത് വലിയ പ്രതിസന്ധി ഈ ഒരു മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആളുകൾക്ക് നിലത്ത് നിൽക്കാൻ കഴിയാത്തത്ര ചളിയും വഴുക്കലും ഒക്കെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നിലവിൽ തന്നെ മുത്തപ്പൻ ചളിയിൽ നിന്നാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ മഴ കൂടി പെയ്യുന്നതോടെ അവിടെ നിന്ന് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് അതീവ ശ്രമകരമായിട്ടുണ്ട്. മാത്രമല്ല, ഒരു കൂടം കൊണ്ട് 4 മണിക്കൂർ അടിച്ച് പൊട്ടിച്ചിട്ടാണ് ആ ഒരു വീടിന്റെ മേൽക്കൂരയിൽ കോൺക്രീറ്റ് പൊളിച്ച് ഉള്ളിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരു യന്ത്രം, ഹിറ്റാച്ചിയോ JCBയോ ഉണ്ടെങ്കിൽ ഇത്രമാത്രം ശ്രമകരമായ ഒരു അധ്വാനമാകില്ല. അതുമാത്രമല്ല, ഇവിടെ മണ്ണിനടിയിൽ എത്ര വീടുകളുണ്ടെന്നോ എത്ര ആളുകളുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൈകൊണ്ട് നമുക്ക് നടത്താൻ കഴിയുന്ന ഈ മണ്ണ് മാറ്റിയുള്ള തെരച്ചിലിന് ഏറെ പരിമിതികൾ ഈ ഒരു ഘട്ടത്തിലുണ്ട്. പക്ഷേ ഇന്ന് അത് സാധ്യമാകില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത്. കാരണം ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാകാതെ ഇവിടേക്ക് വലിയ യന്ത്രങ്ങളൊന്നും അല്ലെങ്കിൽ വാഹനങ്ങളൊന്നും തന്നെ വരാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ അവിടെയുള്ള ആ താൽക്കാലിക നടപ്പാലം വഴിയാണ് ഈ 200-ലധികം രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് സ്വജീവൻ പണയം വെച്ച് എന്ന് തന്നെ പറയാം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. കാരണം പുഴയുടെ കുത്തൊഴുക്ക് കൂടി വരികയാണ്. അപ്പോൾ ഇനി ആ പാലം വഴി തിരിച്ചു പോകുക എന്നതുപോലും ഏറെ ശ്രമകരമായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത്തരത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഈ ഒരു പ്രഭവ കേന്ദ്രത്തിൽ എന്ന് പറയാവുന്ന ഇടത്ത്, അതായത് മുണ്ടക്കൈ ജുമാ മസ്ജിദ് മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം, ഈ മേഖലയിൽ കോടമഞ്ഞും ഇപ്പോൾ മലയുടെ മുകൾ ഭാഗത്തായിട്ട് കോടമഞ്ഞും ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഒരു മേഖല വൈകുന്നേരം 4 മണിയോടെ കോടമഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ ഒന്നും തൊട്ടടുത്തുള്ളത് പോലും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ട്, മഴയുമുണ്ട്. ഇത് രണ്ടും വലിയ പ്രതിസന്ധിയാണ് തീർക്കുന്നത്. ഇനി ഈ ഒരു ഉരുൾപൊട്ടിയ മേഖലയെ കുറിച്ച് പറയുമ്പോൾ, ഈ ഒരു പുഴയിലൂടെ എത്തിയ ഉരുൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുന്നിൽ ഇടിച്ച്
ഈ വീടുകളുടെ ഭാഗത്തേക്ക് തിരിയുകയായിരുന്നു, അതായത് ഇടതുവശത്തേക്ക് തിരിഞ്ഞു കയറുകയായിരുന്നു. അങ്ങനെ ദിശ മാറിയെത്തിയ പുഴ ഈ ഒരു മേഖലയെ ഒന്നാകെ വിഴുങ്ങി തിരിച്ചു ഒഴുകുന്ന അവസ്ഥ. വലിയ പാറക്കല്ലുകൾ, മരങ്ങൾ, മണ്ണിന്റെ വലിയ കൂനകൾ, ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നെന്നോ ഈ ഒരു പ്രദേശത്ത് ജനവാസം ഉണ്ടായിരുന്നെന്നോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ ഈ ചില ഒരു ഇത് കൊടുക്കണം, ഒരു പില്ലർ കൊടുക്കേണ്ടി വരും. അപ്പൊ അതും ചെയ്തിട്ട് ഞങ്ങൾ ഈ പാലം അത് 24 ടൺ കപ്പാസിറ്റി ഉള്ള പാലമാണ്. എല്ലാ വണ്ടികളും അതിൽ പോകാൻ പറ്റും. അതുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലത്തേക്ക് നമുക്ക് വണ്ടികളും ട്രക്കുകളും JCB എല്ലാം കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. നാളത്തോടെ ഈ പാലം ഉണ്ടാക്കുന്നതോടെ വളരെ കൂടുതൽ വേഗത കൈവരും. ഇപ്പോഴത്തേക്ക് ഞങ്ങൾ റെസ്ക്യൂ ചെയ്യുന്നവരെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരെയും ഇവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞു. ജീവനോടെ ഉള്ള മാക്സിമം ആൾക്കാരെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് പിന്നെ മെഷീൻ ഉപയോഗിച്ച് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു പ്രസിദ്ധിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് തൊട്ട് തന്നെ കർണാടക ഗവൺമെന്റ് ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള ട്രാഫിക് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾക്ക് ഡയറക്റ്റ് അവിടുന്ന് പാലം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സഹായം ചെയ്തു തന്നു. ഇവിടെ വരുമ്പോൾ ഇവിടെയും പോലീസിന്റെ സഹായമുണ്ട് ഈ പാലം എത്തിക്കാനായിട്ട്. ലാസ്റ്റ് ഈ സ്ഥലത്ത് മാത്രം ഞാനിപ്പോ ഇവിടെയുള്ള ലീഡേഴ്സിനോട് പറഞ്ഞു, പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് പറഞ്ഞതനുസരിച്ച് ഇവിടെ കൂടുതലും വണ്ടികൾ പാർക്ക് ചെയ്തേക്കുവാണ്. ഞങ്ങളുടെ വലിയ ട്രക്കുകൾ ഇതിനകത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാവരോടും എന്റെ അപ്പീൽ ഇതാണ്, ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ ദയവ് ചെയ്ത് മാറ്റുക. ഇവിടെ സ്ഥലം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ 2 ലൈനിലായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിർത്തുക. ഇവിടെ ഇപ്പം ഞാൻ ADGP അജിത് കുമാർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചിട്ട് നാളെ പാലം നിർമ്മിക്കാൻ പറ്റും. ഇത് വളരെ ക്രിട്ടിക്കലാണ് ഈ പാലം നിർമ്മിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മണ്ണിൽ കുടുങ്ങിയ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലോട് ബെയിലി പാലം നിർമ്മാണം അതിന്റെ പ്രാധാന്യം എന്ത് എന്നത് അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. എത്രമാത്രം ക്രിട്ടിക്കലാണ് ആ പാലം അവിടെ വരേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു. നാളെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ മണ്ണിൽ കുടുങ്ങിയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം വളരെ പല ടൈപ്പിലുള്ള സ്മെൽ ഈ മണ്ണിൽ നിന്ന് അവർക്ക് കിട്ടും. പക്ഷേ ഡോഗ്സ് ആർ എഫക്റ്റീവ്. നമ്മൾ ഈ ഡോഗ്സിനെ കൊണ്ട് മോസ്റ്റ് ലൈക്ലി സഹായം ഉണ്ടാവും. അവരിന്ന് വൈകുന്നേരം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നാളെ തൊട്ട് ഇവരെ ഡിപ്ലോയ് ചെയ്യും. കൂടുതൽ സൈന്യം ഓൾറെഡി ഇവിടെയുണ്ട്. ഇവിടെ 500 പേരോളം ഉണ്ട്. 500 പേരോളം ഉണ്ട്. ഇനിയും വരുന്നുണ്ട്. 100 പേരോളം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സൈന്യത്തിന്റെ കൂടുതലല്ല ആവശ്യം. ഇപ്പൊ നമ്മൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വണ്ടികളും എക്യുപ്മെന്റും അങ്ങോട്ട് കടത്തിവിടാനും ഇങ്ങോട്ടും വരാനുള്ള ഇതാണ് മെയിൻ ആവശ്യം. ആൾക്കാരുടെ ആവശ്യത്തിനുണ്ട്. ഇപ്പോൾ സൈന്യം മാത്രമല്ല, ആർമി മാത്രമല്ല, കോസ്റ്റ് ഗാർഡ്, നേവി, എയർഫോഴ്സ്, പിന്നെ NDRF എല്ലാ ആൾക്കാരും ഇവിടെയുണ്ട്. അതുപോലെ സന്നദ്ധ സംഘടനകളുമുണ്ട്. അപ്പൊ ഇവരെല്ലാം ഉള്ള സ്ഥിതിക്ക് നമ്മളിവിടെ ആളുകളുടെ ആവശ്യമല്ല കൂടുതലുള്ളത് ഹെവി എക്യുപ്മെന്റ് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ പാലത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതുവരെ ഞങ്ങൾക്ക് ഇനിയിപ്പം മണ്ണിന്റെ അടിയിൽ ഒന്നാമത് ഉണ്ടായിരിക്കാം. ഇപ്പൊ വീടുകളൊക്കെ മണ്ണിന്റെ അടിയിൽ പോയിട്ടുണ്ട്. അതിന്റെ അകത്ത് ആൾക്കാർ കുടുങ്ങിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് എക്യുപ്മെന്റ് വേണം, അത് പൊട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഹോപ്പ് കൈവിടുന്നില്ല. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങളുടെ പ്രതീക്ഷ ഇതാണ്, ഇനിയും ആൾക്കാരെ കിട്ടട്ടെ, ഇനി ആൾക്കാരെ എൻ്റെ അകത്ത് ഉണ്ടാവട്ടെ എന്ന്. പക്ഷെ അതിനുവേണ്ടി ശ്രമിക്കുന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്കൊന്നും ആരെയും അങ്ങനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയില്ല. എക്സെപ്റ്റ് ഫോർ അവിടെ കുറച്ച് മലയുടെ മുകളിൽ കുറച്ച് പേര് കുടുങ്ങിക്കിടന്നുണ്ടായിരുന്നു. അവരെ 19 പേരെ നമ്മൾ രക്ഷപ്പെടുത്തി. അവര് കുടുങ്ങിക്കിടക്കുമല്ലേ